ഹായ്, നമസ്കാരം. സ്വപ്ന ചിത്രങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ സുലൈമാൻസ് സ്റ്റോറി ആണ്. സുലൈമാൻ്റെ കഥ എന്ന ഈ ചിത്രം ഫ്രാൻസിൽ നിന്നുമാണ് വരുന്നത്. 2024 ഇറങ്ങിയ ഈ ചിത്രം ഫ്രഞ്ച് ഭാഷയാണ് പ്രധാനമായും സംസാരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നടത്തുന്ന അപേക്ഷ വീണ്ടും. സിനിമ ഇഷ്ടപ്പെട്ടാൽ, അതിൻ്റെ അവതരണം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം, പിന്നെ ഒരു കമൻറ്റ്. എന്തുകൊണ്ട് ഈ സിനിമയും അവതരണവും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഒരു കമൻറ്റ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. അവസാനമായി ഈ സിനിമയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ ഈ ചാനൽ ആകാശത്തോളം വളരട്ടെ. ഇനി സിനിമ. ഗിനിയയിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറി വന്നതാണ് സുലൈമാൻ. ഗിനിയ എന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. സുലൈമാന് ഫ്രാൻസിലെ പെർമനൻ്റ് വിസ ആയിട്ടില്ല. അതുകൊണ്ട് ഒരു സുഹൃത്തിൻ്റെ പെർമിറ്റിൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് കാണിച്ച് ഓൺലൈൻ ഭക്ഷണ വിതരണം ചെയ്യുന്ന പണിയാണ് അവന്. ജിഗ് തൊഴിലാളി എന്ന് പറയാം. ആ സുലൈമാൻ്റെ ഏതാനും ദിവസത്തെ ജീവിതമാണ് സംവിധായകൻ നമ്മളെ കാണിക്കുന്നത്. സുലൈമാൻ്റെ കഥ തുടങ്ങുന്നത് സുലൈമാൻ വിദേശ മന്ത്രാലയത്തിൽ പെർമനൻ്റ് വിസയ്ക്കുള്ള അഭിമുഖത്തിനായി ചെന്നപ്പോൾ ആണ്. ഒരു സ്റ്റാഫ് വന്ന് സുലൈമാനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരുടെ മുന്നിൽ മനസ്സ് തുറക്കുന്ന സുലൈമാനിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സുലൈമാൻ തൻ്റെ സൈക്കിളിൽ റോഡിൻ്റെ തിരക്ക് വകവയ്ക്കാതെ ഓടുകയാണ്. തൻ്റെ ഒരു ക്ലയൻറ്റിന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത് OTP വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് ഓടുകയാണ്. ഇതിനിടയിലാണ് അവൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നത്. ബാങ്കിൽ നിന്നുള്ള മെസ്സേജാണ് ഇത്. ബാങ്ക് അക്കൗണ്ട് ഹോൾഡറുടെ ഫേസ് വച്ച് വേണം ലോഗിൻ ചെയ്യാൻ. സുലൈമാൻ്റെ സുഹൃത്ത് ഇമ്മാനുവലിൻ്റെ അക്കൗണ്ടാണ് ഇത്. സൈക്കിളുമായി ഇമ്മാനുവലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അവൻ. ഇടയ്ക്ക് അവൻ സുഹൃത്തിനെ വിളിക്കുന്നുണ്ട്, ഇമ്മാനുവൽ ഒരു സെൽഫി വേണം, ഞാനിതാ വരികയാണ്. അവൻ ഇമ്മാനുവലിൻ്റെ അടുത്ത് എത്തി ലോഗിൻ ചെയ്ത് മെസ്സേജ് വായിക്കുന്നു. എന്നിട്ട് സുലൈമാൻ ചോദിക്കുന്നത്, ഇമ്മാനുവൽ ദയവായി ഇന്ന് എനിക്ക് പണം തരുമോ? നീ എത്ര സമ്പാദിച്ചു? എന്താണ് ഇമ്മാനുവൽ. എനിക്ക് 250 വരെ കിട്ടും എന്ന് സുലൈമാൻ. അത്രയേ ഉള്ളോ? അത് കുറഞ്ഞു പോയി എന്ന് ഇമ്മാനുവൽ. പൈസ കൊടുക്കാതിരിക്കാനുള്ള എല്ലാ വഴിയും ഇമ്മാനുവലും. അത്യാവശ്യമുള്ളതുകൊണ്ട് പൈസ മേടിക്കാനായി ഇമ്മാനുവലിൻ്റെ കാല് പിടിക്കാൻ സുലൈമാനും തയ്യാറാവുന്നു. നമ്മുടെ ഇടപാടുകൾ ചൊവ്വാഴ്ചകളിലാണ്, അന്ന് വാ എന്ന് പറഞ്ഞ് ഇമ്മാനുവൽ ഒഴിയുന്നു. വിദേശ മന്ത്രാലയത്തിലെ ഏജൻറ്റ് ഭാര്യയുടെ ഓഫീസ്. സുലൈമാൻ്റെയും മറ്റ് അനേകം ആഫ്രിക്കക്കാരുടെയും പേപ്പറുകൾ ഒക്കെ ഭാര്യയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടിക്ക് അവൾ മന്ത്രാലയത്തിൽ പറയേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഭാര്യ. അവളുടെ കഥ ഇതാണ്. ഭർത്താവിൻ്റെ പീഡനം സഹിക്കവയ്യാതെയാണ് നാടുവിട്ടത്. സ്വന്തം അച്ഛൻ പോലും അവളെ തള്ളിപ്പറഞ്ഞു. അടുത്തത് സുലൈമാനാണ്. അവനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നു. പക്ഷേ അവൻ പറയുന്നതിൽ പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്നും ഒരുപാട് തെറ്റുകളുണ്ട്, മാറ്റങ്ങളുണ്ടായി. അവന് കാര്യങ്ങൾ അടുക്കോടെ പറയാൻ കഴിയുന്നില്ല. അവസാനം അവൻ ചോദിക്കുന്നത്, എൻ്റെ ഈ കഥ ഒന്ന് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? ഭാര്യ അവനെ വഴക്ക് പറയുന്നു. എന്നിട്ട് അവൻ്റെ ഫോണിൽ ഈ കഥ വോയിസ് ക്ലിപ്പായിട്ട് ഇടുന്നു. എന്നിട്ട് പഠിക്കാൻ പറയുന്നു. അടുത്ത ദിവസം ഇൻ്റർവ്യൂ ആണെന്നും പറയുന്നുണ്ട്. പോകാൻ നേരം അവനോട് ഭാര്യ പൈസ ചോദിക്കുന്നു. അവൻ വീണ്ടും ഒഴിവ് പറയുന്നു. ഭാര്യ ചൂടാവുന്നു. ബാക്കി എല്ലാവരും തന്നു, നിനക്കാണ് പ്രശ്നം. നാളെ പൈസ തീർത്ത് തന്നില്ലെങ്കിൽ നിൻ്റെ പേപ്പറുകൾ തരില്ല എന്ന് ഭാര്യ തീർത്ത് പറയുന്നു.
ഏതായാലും നാളെ പൈസ തരാം എന്ന് സുലൈമാനും പറയുന്നു. പാവം സുലൈമാൻ, അവന് ഇമ്മാനുവൽ പൈസ കൊടുക്കണം, അവൻ പണിയെടുത്ത പൈസ. ഇമ്മാനുവൽ ആണെങ്കിലോ അവന് പൈസ കൊടുക്കാതെ പറ്റിക്കുകയുമാണ്. സുലൈമാൻ തൻ്റെ നാട്ടിലെ ഫ്രണ്ടിനെ വിളിക്കുന്നു. സുലൈമാൻ്റെ അമ്മ ആ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അമ്മയുടെ വിശേഷം തിരക്കുകയാണ്. അമ്മയ്ക്ക് സുഖമില്ല എന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്താണ് അസുഖം? ഫ്രണ്ട് പറയുന്നത് അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ. ആ ഫ്രണ്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അമ്മയും മകനും സംസാരിക്കുന്നു. അമ്മയ്ക്ക് പെരുത്ത് സന്തോഷം, മകനും. ആ ഫ്രണ്ട് ഫോൺ മേടിച്ച് അവനോട് പറയുന്നു, എൻ്റെ ഫോൺ മറക്കരുത് കേട്ടോ. മറക്കില്ല എന്ന് സുലൈമാനും പറയുന്നു. സുലൈമാൻ ഫ്രഷായി പണിയെടുക്കുന്നു. അമ്മയുടെ വിശേഷം അറിഞ്ഞല്ലോ. അവൻ ഒരു പുഞ്ചിരിയോടെ ക്ലയൻറ്റിന് ഓർഡർ കൊടുക്കുന്നു. പുതിയ ഓർഡർ സ്വീകരിക്കുന്നു. ഈ സമയത്തെല്ലാം അവൻ ഭാര്യയുടെ വോയിസ് ക്ലിപ്പ് ഉരുവിട്ട് പഠിക്കുന്നുണ്ട്. ഓർഡറുമായി പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോൾ എതിരെ വന്ന കാറുമായി അവൻ്റെ സൈക്കിൾ കൂട്ടിയിടിച്ച് അവൻ തെറിച്ചു വീഴുന്നു. അവൻ്റെ ശരീരമാകെ വേദന. പാടുപെട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു. കാർ ഡ്രൈവർ ചോദിക്കുന്നത് എൻ്റെ വണ്ടിയുടെ ലൈറ്റ് കണ്ടില്ലായിരുന്നോ എന്ന് മാത്രം. എന്നിട്ടും അവൻ സൈക്കിളിൽ പായുകയാണ് ഓർഡർ എത്തിക്കാൻ. പക്ഷേ ആ ക്ലയൻറ്റ് പറയുന്നത് ഈ ബാഗ് താഴെ വീണ് പൊട്ടിയായിരുന്നു, ഇത് എനിക്ക് വേണ്ട എന്നാണ്. അവൻ ഒരുപാട് മാഡം സോറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ അത് റിജക്റ്റ് ചെയ്തു. അവൻ കമ്പനിയിലേക്ക് വിളിച്ചു ചോദിക്കുന്നു, ഒരു മാഡം കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നു. അവിടെ നിന്നും കിട്ടിയ മറുപടി, അത് നിന്നോട് പറയില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെയിലിൽ അറിയിക്കും എന്നാണ്. അങ്ങനെ ഒരു കടയിൽ ഓർഡർ പിക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ ഓർഡർ റെഡി ആയിട്ടില്ല, നീ പുറത്ത് വെയിറ്റ് ചെയ്, ആവുമ്പോൾ വിളിക്കാം എന്ന് ഓണർ ഒരു മയവും ഇല്ലാതെ പറയുന്നു. പക്ഷേ വേറെയും ആളുകൾ ഓർഡർ പ്രതീക്ഷിച്ച് ഉണ്ട്. ഉള്ളിലും നല്ല തിരക്ക്. 20 മിനിറ്റ് ആയിട്ടും സുലൈമാൻ്റെ ഓർഡർ ശരിയാവുന്നില്ല. അയാൾ ചൂടായി ഉള്ളിൽ കടന്ന് ഓർഡറോട് തർക്കിക്കുന്നു. അയാളും തിരിച്ച് ചൂടാവുന്നു. പക്ഷേ കൂട്ടുകാർ വന്ന് സുലൈമാനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവൻ അതുമായി സ്പോട്ടിൽ ചെല്ലുന്നു. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. അവൻ സംശയിച്ചു നിന്നപ്പോൾ പോലീസിൻ്റെ വണ്ടിയിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. അയാളാണ് ഓർഡർ ചെയ്തത്. പോലീസുകാർക്ക് വേണ്ടി ആണ് ഓർഡർ ചെയ്തത്. എല്ലാ പോലീസുകാരും ഇറങ്ങി വന്ന് ഇവരെ കണ്ടപ്പോൾ അവനെ ചോദ്യം ചെയ്യുന്നു. പിന്നെ അവസാനം അവർക്ക് പാവം തോന്നി പൊക്കോളാനും പറയുന്നു. അങ്ങനെ ശ്രമകരമായ ഒരു പകൽ കൂടി കഴിഞ്ഞു. സുലൈമാൻ സൈക്കിൾ ആഞ്ഞു ചവിട്ടി മെട്രോ റെയിലിൻ്റെ ഓരത്ത് സൈക്കിൾ പൂട്ടിവെച്ച് ഓടി സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതേസമയം തന്നെ ട്രെയിനും വന്നു. അവൻ കയറി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെയും ഓടുകയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ബസ് തയ്യാറാണ്. അവൻ ബസ്സിൽ കയറി. സീറ്റില്ല. ഒരു സൈഡിൽ നിന്നു. അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നു. സ്റ്റോപ്പിൽ എത്തി മറ്റു പലരെയും പോലെ അവനും ഇറങ്ങി. വീടില്ലാത്തവർക്ക് ബെഡും മറ്റു സൗകര്യങ്ങളും നൽകുന്ന ഒരു കേന്ദ്രത്തിൽ പതിവ് പോലെ എത്തി അവൻ ഒരു ബെഡ് എടുത്തു. രാത്രി ഭക്ഷണം അവിടെ ഉണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്നും അവൻ്റെ കാമുകി കാടിയാറ്റു വിളിക്കുന്നത്. അവൾ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു പയ്യനെ കണ്ടു, ഒരു എൻജിനീയർ. അവളുടെ ടോൺ കേട്ടപ്പോൾ അവൾക്ക് താല്പര്യമുണ്ട് എന്ന് അവന് തോന്നി. അവൻ ചോദിച്ചു, നിനക്ക് അയാളെ വിവാഹം കഴിയണം അല്ലേ? കാത്തിരിക്കൂ എന്ന് സുലൈമാൻ. ഇതാണോ നിൻ്റെ ഉത്തരം എന്ന് കാമുകി. അവൾക്ക് വേണ്ടത് ഒരു യെസ് ഓർ നോ ഉത്തരമാണ്. അവൾ എന്തോ ചോദിച്ചപ്പോൾ എനിക്ക് 1 മിനിറ്റ് കൂടി തരൂ എന്ന് അവൻ പറഞ്ഞു. ഭക്ഷണം
കുളി, ഡ്രസ്സ് കഴുകൽ എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ഏറെ ക്ഷീണിതനായി. എന്നിട്ടും ഭാര്യയുടെ ക്ലിപ്പ് പഠിക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട് അടുത്ത ബെഡിലെ സ്നേഹിതൻ പറയുന്നത്, നീ പേടിക്കണ്ട, നിൻ്റെ ഉള്ളിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു. എന്നാണ് ഇൻ്റർവ്യൂ എന്ന് അയാൾ ചോദിച്ചപ്പോൾ മറ്റന്നാൾ എന്ന് അവൻ മറുപടിയും പറഞ്ഞു. പിറ്റേ ദിവസം അവന് ഒരു ദുർദിനം ആയിരുന്നു. താമസ സ്ഥലത്ത് നിന്നും പാരീസിൽ എത്തി. വഴിയെ ഭാര്യ വിളിക്കുന്നു. പൈസ എന്തായി എന്ന് ചോദിച്ച്. നാളെയാണ് ഇൻ്റർവ്യൂ, പൈസ തരാതെ ഞാൻ പേപ്പറുകൾ തരില്ല എന്ന് ഭീഷണി. ഉച്ചയോടെ ഞാൻ ഫുൾ പൈസയുമായി നിന്നെ കാണും എന്ന് സുലൈമാൻ്റെ മറുപടി. പാരീസിൽ എത്തി അവൻ പറഞ്ഞ സ്ഥലത്ത് സുലൈമാൻ ഇമ്മാനുവലെ കാത്തു നിൽക്കുന്നു. പക്ഷേ അവൻ വരുന്നില്ല. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അവൻ നേരെ ഇമ്മാനുവൽ പണിയെടുക്കുന്ന കടയിലേക്ക് ചെല്ലുന്നു. വഴിയിൽ വച്ച് അവൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ്. എല്ലാ അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് മെസ്സേജ്. സുലൈമാൻ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവിടെയൊന്നും പറയുന്നത്, എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് ചെയ്തതെന്ന് നിങ്ങളുടെ മെയിലിൽ അറിയും. ഇതുവരെയുള്ള പൈസ ഡെബിറ്റ് ആയിട്ടുണ്ട് എന്നുമാണ് മറുപടി പറയുന്നത്. കടയിൽ ചെന്നപ്പോൾ ഇമ്മാനുവലിന് ഇന്ന് ലീവ് ദിവസമാണ്. അവൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ട് കൊടുക്കുന്നുമില്ല. അവൻ ഇമ്മാനുവലിൻ്റെ നമ്പറിൽ നിന്നും അഡ്രസ്സ് തപ്പിയെടുക്കുന്നു. ദൂരെ ട്രെയിൻ കയറി ബസ്സിൽ സഞ്ചരിച്ച് അവൻ അവിടെ എത്തുന്നു. പാടുപെട്ട് ഇമ്മാനുവലിൻ്റെ വീട് കണ്ടെത്തുന്നു. പക്ഷെ വീട് പൂട്ടിയിരിക്കുകയാണ്. ഭ്രാന്ത് പിടിച്ച സുലൈമാൻ നഗരത്തിൽ അലഞ്ഞ് നടക്കുന്നു. മിനിറ്റിന് ഇമ്മാനുവലിനെ ഫോണിൽ വിളിക്കുന്നു. പക്ഷെ നോ റിപ്ലൈ. സമയം സന്ധ്യയായി. അപ്പുറത്ത് നിന്നും ഭാര്യ വിളിക്കുന്നു. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സുലൈമാനാണ് പറയുന്നത്. ഭാര്യ പറയുന്നത്, 8 മണിക്ക് ഞാൻ പോകും, പിന്നെ നിൻ്റെ കാര്യം കട്ടപ്പോതാ. അവൻ ഇമ്മാനുവലിൻ്റെ വീടിന് മുമ്പിൽ നിൽക്കുകയാണ്. അവസാനം കാത്തിരുന്ന അവസാനം ഇമ്മാനുവൽ വരുന്നു. പാവം സുലൈമാൻ. ഇമ്മാനുവൽ, ഞാൻ പൈസ മേടിക്കാൻ വന്നതാണ്. മറുപടിയായി ഇമ്മാനുവൽ പറയുന്നത്, നീ ഇവിടെ വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാണ്. അപ്പോഴും സുലൈമാൻ സൗമ്യനായി പറയുന്നത്, നാളെയാണ് ഇൻ്റർവ്യൂ, പൈസ വേണം എന്നാണ്. പക്ഷേ ഇമ്മാനുവൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. അകത്ത് കയറാൻ ശ്രമിച്ച സുലൈമാൻ്റെ മുഖത്തേക്ക് ഇമ്മാനുവൽ വാതിൽ വലിച്ചടയ്ക്കുന്നു. കുറേ നേരം കാത്തിരുന്നിട്ടും ഇമ്മാനുവൽ വരുന്നില്ല എന്ന് കണ്ട് സുലൈമാൻ ആ വാതിലിൽ മുട്ടി വിളിക്കുന്നു. ഒരുപാട് മുട്ടിയപ്പോൾ ദേഷ്യപ്പെട്ട് ഇമ്മാനുവൽ വാതിൽ തുറക്കുന്നു. ഞാൻ പൈസ തരില്ല, നീ കാരണം എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായി. അപ്പോഴും സുലൈമാൻ പറയുന്നത്, അക്കൗണ്ട് ബ്ലോക്കായാൽ അത് തുറക്കാം, ഇപ്പോൾ നീ എനിക്ക് പൈസ താ. ഇമ്മാനുവൽ സുലൈമാനെ നീക്കി സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് 40 രൂപ അവന് കൊടുക്കുന്നു. അവൻ നിരസിക്കുന്നു. 183 രൂപ അക്കൗണ്ടിലുണ്ട്, അത് താ എന്നാണ് അവൻ പറയുന്നത്. ആ 40 രൂപ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇമ്മാനുവൽ അവനെ സ്റ്റെപ്പിലേക്ക് തള്ളിയിടുന്നു. സുലൈമാൻ സ്റ്റെപ്പിലേക്ക് കൈയും തലയും ഇടിച്ച് വീഴുന്നു. സുലൈമാന് കരച്ചിൽ വരുന്നു. വേദന കൊണ്ടും അപമാനം കൊണ്ടും പൈസ കിട്ടാത്തതുകൊണ്ടും. പക്ഷേ കരഞ്ഞിരിക്കാൻ സമയമില്ല. അവൻ ഓടി ട്രെയിനിൽ കയറി ഭാര്യ വരുന്ന ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നു. അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അവസാനം ട്രെയിൻ വരുന്നു. സുലൈമാൻ അതിൽ കയറുന്നു. ഭാഗ്യം, അതിൽ ഭാര്യയുണ്ട്. രക്തം പുരണ്ട സുലൈമാനെ കണ്ട് ഭാര്യ അമ്പരക്കുന്നു. പോലീസുമായി ഉള്ള പ്രശ്നമല്ല എന്ന് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് സമാധാനമായി. പൈസ കൊടുക്കാൻ പറയുന്നു അയാൾ. സുലൈമാൻ്റെ കയ്യിൽ ആകെ 40 രൂപയേ ഉള്ളൂ. അവൻ അത് ഭാര്യയ്ക്ക് കൊടുക്കുന്നു.
അത് കണ്ട് ഭാര്യ പൊട്ടിത്തെറിക്കുന്നു. ഞാൻ കടലാസുകൾ തരില്ല എന്ന് അവൻ തീർത്ത് പറയുന്നു. സുലൈമാൻ ഭാര്യയുടെ കൈയും കാലും പിടിച്ച് കരയുന്നു. അവസാനം അലിഞ്ഞ അവൻ പേപ്പറുകൾ കൊടുക്കുന്നു. അടുത്ത സ്റ്റേഷനിൽ അവർ ഇറങ്ങി. സുലൈമാൻ അടുത്ത സ്റ്റേഷനിലേക്ക് ഓടുന്നു. അവിടെ നിന്നും വണ്ടി പിടിച്ച് ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവൻ്റെ ലാസ്റ്റ് ബസ്സും പോയി. ബസ് പോയത് സുലൈമാൻ കണ്ടു നിന്നു. അവന് എന്തു ചെയ്യാൻ പറ്റും? അവൻ തൻ്റെ സൈക്കിളും മുന്തിക്കൊണ്ട് നടന്നു. സമയം കളയാൻ ഒരു കടയിൽ കയറി ചായ കുടിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ സൈഡിലെ ഒരു ഓപ്പണിംഗ് കണ്ട് അവിടെ കയറിക്കിടന്ന് ഉറങ്ങി. അതിരാവിലെ ഒരു ഫ്രണ്ട് അവനെ ഫോണിൽ വിളിക്കുന്നു. ഉണർന്ന് ബസ് കയറി അവൻ്റെ പതിവ് ഉറക്കശാലയിൽ എത്തി കുളിച്ചു. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട് അവനെ ഒരു ഷർട്ട് ഇടിയിപ്പിക്കുന്നത്. ഇന്നലെ എവിടെയാണ് ഉറങ്ങിയത്? പുറത്ത്. ഇന്നല്ലേ നിൻ്റെ ഇൻ്റർവ്യൂ? അതെ. ഒട്ടും പേടി വേണ്ട. എന്താണ് കണ്ണിൽ പറ്റിയത്? അതോ? അത് ഒന്നുമില്ല. രാവിലെ 9 മണിക്കാണ് ഇൻ്റർവ്യൂ. അവൻ സമയത്ത് എത്തി. ഒരു സ്റ്റാഫ് അവനെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവനോട് അവൻ്റെ കഥ പറയാൻ ആവശ്യപ്പെടുന്നു. അവൻ ഭാര്യ പഠിപ്പിച്ചു വിട്ട കഥ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ പറയുന്നു. അവർ 1-2 സംശയങ്ങൾ ചോദിച്ചപ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു. അവന് ഉത്തരമില്ല. ആ സ്റ്റാഫ് അവനോട് പറയുന്നത്, ഇന്ന് ഞാൻ 3-ാമത്തെ പ്രാവശ്യമാണ് ഈ കഥ കേൾക്കുന്നത്. ആരാണ് ഇത് പറഞ്ഞു തന്നത്? അവിടെയും അവന് ഉത്തരമില്ല. ശരി, ഇനി നീ നിൻ്റെ ശരിയായ കഥ പറയൂ. അപ്പോൾ അവൻ വീണ്ടും അസ്വസ്ഥനാകുന്നു. ഓഫീസർ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ അവൻ ഇടറിയും കരഞ്ഞും ദേഷ്യപ്പെട്ടും ചിലപ്പോൾ വികാരങ്ങളില്ലാതെയും അവൻ്റെ ശരിയായ കഥ തുടങ്ങുന്നു. അത് ഞാൻ ചെറുതായിരുന്നപ്പോൾ, എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഞാനും അമ്മയും എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അവളെ പറഞ്ഞയച്ചു. കാരണം അവൾ രോഗിയായിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് ഓഫീസർ. എൻ്റെ അമ്മയെക്കുറിച്ച് അവർ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട്. പക്ഷെ അത് അവളുടെ തെറ്റല്ല. ഞാൻ ഒരു ഭ്രാന്തിയുടെ മകനാണെന്ന് എല്ലാവരും എപ്പോഴും പറഞ്ഞു. ഗിനിയയിൽ ഞാൻ സമ്പാദിച്ച ചെറിയ തുക അമ്മയുടെ ചികിത്സയ്ക്ക് മതിയാകുമായിരുന്നില്ല. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ഒന്നുമില്ലായിരുന്നു. ഉറങ്ങാൻ പോലും സ്ഥലമില്ല. എൻ്റെ സുഹൃത്തുക്കൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോയി. അങ്ങനെ ഞാനും അവരോടൊപ്പം പോയി. അവിടെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട ഒരേ ഒരു കാര്യം, അവർ ഞങ്ങളെ മൃഗങ്ങളെപ്പോലെയാണ് പരിഗണിച്ചത് എന്നായിരുന്നു. അവർ ഞങ്ങളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. അവർക്ക് നമ്മളിൽ നിന്നും വേണ്ടത് പണം മാത്രമായിരുന്നു. നീ നിൻ്റെ അച്ഛനമ്മമാരെ വിളിക്കുന്നു. അവർ ഞങ്ങൾക്ക് പണം അയച്ചു തരും. പക്ഷേ എനിക്ക് ആരുമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അവിടെ ജയിലിൽ അവർ നമ്മളെ പീഡിപ്പിച്ചു. ജയിലിൽ കിടന്ന് മരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. കാരണം എൻ്റെ അമ്മ, അവൾക്ക് എന്നെ ആവശ്യമുള്ളതിനാൽ അവിടെ കിടന്ന് മരിക്കാൻ എനിക്ക് കഴിയില്ല. അവൾക്ക് എന്നെ വേണം. അവൾ എനിക്ക് ജീവൻ നൽകി. പകരം ഞാൻ അവൾക്ക് എന്തെങ്കിലും നൽകണം. സുലൈമാൻ കരഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്തെങ്കിലും ചേർക്കണോ? ആ ഓഫീസർ അവനോട് ചോദിക്കുന്നു. ഇല്ല, ഇത്രയേ ഉള്ളൂ. സുലൈമാനും ആ ഓഫീസറും വലിയ വിഷമത്തിലാണ്. നമ്മൾ പൂർത്തിയാക്കി എന്ന് ഞാൻ കരുതുന്നു എന്ന് ഓഫീസർ പറയുന്നു. 2 ദിവസം കഴിഞ്ഞാൽ നിൻ്റെ മെയിലിൽ റിസൾട്ട് വരികയും ചെയ്യും എന്ന് ഓഫീസർ അവനോട് പറയുന്നു.
അടുത്ത സീനിൽ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങി വരുന്ന സുലൈമാനെ അവിടെ വിട്ടുകൊണ്ട് സംവിധായകനും നമ്മളും പിൻവാങ്ങുകയാണ്. സിനിമ ഇവിടെ അവസാനിക്കുന്നു.